അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് KMCT മെഡിക്കൽ കോളേജിലെ ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജറി അസോസിയേറ്റ് പ്രൊഫസറും അതുപോലെ കൺസൾട്ടൻറ്റ് സർജനുമായ ഡോക്ടർ മുബഷിറാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന വിഷയം കേരളത്തിൽ ഈ മെഡിക്കൽ രംഗത്ത് ഇപ്പോൾ ഏറ്റവും വലിയ ഹോട്ട് ടോപ്പിക്കായ ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് നാളുകളായി പ്രധാനമായ ചർച്ചാ വിഷയമായി നിലനിൽക്കുന്ന വീട്ടിലെ പ്രസവം എന്ന് പറയുന്ന ഒരു ഏരിയയാണ്. സർ, നമ്മളിത് ഒരുപാട് കാലമായി ഈ വിഷയത്തിലുള്ള ചർച്ചകൾ നമ്മൾ കേൾക്കുന്നു. കുറച്ച് കാലം ഇങ്ങനൊരു മരണം പോലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ചർച്ചയിലേക്ക് വരും, പിന്നെയും ചർച്ചയിൽ നിന്ന് പോകും. ആ ഒരു വീട്ടിലെ പ്രസവം എന്ന് പറയുന്ന ഒരു കാര്യം ഫോളോ ചെയ്യുന്ന ആളുകൾ വീണ്ടും ഇത് ഫോളോ ചെയ്യും. അടുത്തൊരു മരണ കേസ് വരുമ്പോൾ അത് വീണ്ടും മുന്നിലേക്ക് വരും. ഇങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ നമ്മളൊരു ഗ്രാഫ് കിടക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട വിഷയത്തിൽ നിന്ന് ഇങ്ങനെ മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വിഷയം, ഇത് പ്രസവമാണല്ലോ, ഇത് എപ്പോഴെങ്കിലും നിന്ന് പോകുന്ന ഒരു പീരീഡുള്ളൊരു കാര്യമൊന്നുമല്ല. എല്ലാ കാലത്തും പല ആളുകളിലായി സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ആളുകൾ എഡ്യൂക്കേറ്റഡ് ആയിരിക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. അപ്പോൾ നമ്മൾ ഓരോ വീട്ടിലെ പ്രസവം അത് പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾ പറയുന്ന ഓരോ ആർഗ്യുമെൻറ്റ്സ് നമ്മൾ അവർ മറുപടി എടുക്കാറുണ്ട്. ഇതിൽ പ്രശ്നം ഇതാണെന്ന് പറയാറുണ്ട്. ഇത് സയൻറ്റിഫിക് അല്ലാത്തൊരു ഇഷ്യൂ എവിടെ കിടക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇതൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷേ പലപ്പോഴും ആളുകൾക്ക് ഇപ്പോഴും ഇതിനൊക്കെ മറുപടി പറയുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ പോലും എന്താണ് ഈ പ്രസവം എന്ന് പറയുന്നൊരു ഹോൾ പ്രോസസ്സിനെ പറ്റി ഇപ്പോഴും അവർ കംപ്ലീറ്റ്ലി എഡ്യൂക്കേറ്റഡ് അല്ല. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ എന്താണ് ഈ പ്രക്രിയ? നമ്മളിത് ലേബർ റൂമിൻ്റെ പുറത്ത് നോക്കുന്നു, ഒരു കുട്ടിയെ വാങ്ങുന്നു, ഇത്രയാണ് ആളുകളെ സംബന്ധിച്ചവർക്ക് ഇത് കാണുന്നുള്ളൂ. എന്താണ് ഈ ഒരു ഫുൾ പ്രക്രിയയെ പറ്റി എങ്ങനെയാണെന്ന് ചെറുതാക്കിയിട്ട് പറയാൻ പറ്റും? ഒരു സ്ത്രീ അവർ ഗർഭിണിയായി അത് കുഞ്ഞ് പൂർണ്ണ വളർച്ച എത്തുന്ന സമയത്ത് നടക്കുന്ന ഒരു നോർമൽ പ്രോസസ്സ് തന്നെയാണ് ഒരു ഡെലിവറി അഥവാ പ്രസവം എന്ന് പറയുന്നത്. അതിൽ നമുക്ക് സംശയം ഒന്നുമില്ല. അപ്പോൾ അത് സംഭവിക്കുന്നത് കുഞ്ഞ് ഗർഭപാത്രത്തിൽ പൂർണ്ണ വളർച്ച എത്തിയതിന് ശേഷം കുഞ്ഞ് തല കീഴായി ആണ് സാധാരണയായി ഗർഭപാത്രത്തിൽ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു സമയം കുഞ്ഞ് സ്ത്രീയുടെ ഇടുപ്പല്ലുകൾക്ക് ഇടയിലൂടെയുള്ള ചെറിയ ഒരു ഗ്യാപ്പിലൂടെ വളരെ കൃത്യമായിട്ടുള്ള പ്രോസസ്സുകളിലൂടെ പുറത്തേക്ക് വരുന്നതിനെയാണ് നമ്മൾ പ്രസവം എന്ന് പറയുന്നത്. ഇതൊരു നോർമൽ പ്രോസസ്സ് ആണ് എന്നുള്ളതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു വിഷയം കൂടിയാണ് ഇത് എന്നുള്ളതാണ്. അത് പ്രസവം എന്ന് പറയുന്ന കാര്യം വളരെ സാധാരണഗതിയിൽ എല്ലാവർക്കും ഒരുപോലെ നടക്കാനുള്ള സാധ്യതയല്ല, അവിടെ കുറച്ച് കോംപ്ലിക്കേഷൻ്റെ ഒരു ചാൻസ് കൂടി ഉണ്ട് എന്നുള്ളതാണ്. അതെ അതെ, അതായത് നോർമലി സംഭവിക്കാവുന്ന ഒരു സംഗതി ആണെങ്കിൽ കൂടി നമ്മൾക്ക് പരിചിതമല്ലാത്ത, സാധാരണക്കാർക്ക് മനസ്സിലാവാത്ത ഒരുപാട് പ്രയാസങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു നോർമൽ പ്രോസസ്സാണ് പ്രസവം. അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ പ്രസവിക്കുമ്പോൾ ഇത്തരം പ്രയാസങ്ങൾ വന്നിട്ടില്ല എങ്കിൽ നമ്മുടെ ഈ വാദം ശരിയാണ്. പക്ഷെ അത്തരം പ്രയാസങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലായതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഹോസ്പിറ്റലിൽ അസിസ്റ്റഡ് ഡെലിവറി വേണം. ഈ പ്രയാസങ്ങൾ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് എന്തൊക്കെ പ്രയാസങ്ങളാണ് ഇതിൽ വരാൻ ചാൻസ് ഉള്ളത്? ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ വയറിനുള്ളിൽ പ്രസവത്തിന് സമയമാകുമ്പോൾ കുട്ടി താഴത്തേക്ക് തലയായിട്ട് കിടക്കുന്നു, ഒരു ഗ്യാപ്പിലൂടെ കുട്ടി വ്യക്തമായി പുറത്തേക്ക് വരുന്നു. ഇതാണ് ഇപ്പോൾ ഒരാൾക്ക് ഇങ്ങനെ ഇമാജിൻ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ ഒരു പ്രക്രിയയിൽ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ആണ് വരാൻ ചാൻസ് ഉള്ളത്? ഇതിൽ കോംപ്ലിക്കേഷൻസ് ഒരുപാട് തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് വരാം. അതിൽ വളരെ പ്രധാനപ്പെട്ട കോംപ്ലിക്കേഷനുകളിൽ ഒന്നാണ് ഈ പ്ലാസൻ്റയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോംപ്ലിക്കേഷൻ. പ്ലാസൻ്റയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോംപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ പ്ലാസൻ്റ എന്ന് വെച്ചാൽ മറുപിള്ള. അപ്പോൾ ഒന്ന് ഈ മറുപിള്ള, ഈ പ്ലാസൻ്റ ഈ ഗർഭപാത്രത്തിനകത്ത് ഒട്ടിപ്പിടിച്ച് പോവുക. അതായത് കൊച്ചിൻ്റെ ഡെലിവറിയോടുകൂടി പ്ലാസൻ്റ പുറത്തേക്ക് വരാതിരിക്കുന്ന ഒരവസ്ഥ. രണ്ടാമത്തേത് ഈ പ്ലാസൻ്റ ഈ ഗർഭാശയ മുഖത്ത് വന്ന് പിടിച്ചിരിക്കുക. അപ്പോൾ കൊച്ചിന് ഈ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള വഴി അടഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം. ആ ഗ്യാപ്പിൽ പ്ലാസൻ്റ ഒന്ന് മറിഞ്ഞിരിക്കും. പിന്നെയുള്ളത് ഈ പ്ലാസൻ്റ നേരത്തെ ഗർഭപാത്രത്തിൽ നിന്നും വിട്ടുപോകുന്നൊരവസ്ഥ. അതിന് നേരത്തെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള പോഷകവും ഓക്സിജനും ഒന്നും കിട്ടാതെ കുഞ്ഞ് മരണപ്പെടുന്നതിലേക്ക് എത്തുന്ന
ഒരു അവസ്ഥ. ഈ പ്ലാസൻ്റയുമായി ബന്ധപ്പെട്ട് ഇത്രയും കോംപ്ലിക്കേഷൻസ് വരാവുന്നതാണ്. അത് പിന്നെ നമുക്ക് ഒരിക്കലും വീട്ടിൽ നമ്മൾ പ്രസവിക്കുകയാണ്, ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല, നേരത്തെ മനസ്സിലാക്കാൻ കഴിയില്ല. രണ്ട്, ഈ കുഞ്ഞ് കിടക്കുന്നത് സാധാരണ ഞാൻ പറഞ്ഞു തല കീഴായിട്ടാണ് പ്രസവിക്കുന്ന സമയത്ത് ആദ്യം പുറത്തു വരുന്നത് കുഞ്ഞിൻ്റെ തലയാണ്. അപ്പോൾ അതിന് വെർട്ടെക്സ് പ്രസൻറ്റേഷൻ എന്നാണ് പറയുന്നത്. പക്ഷേ ചില കുട്ടികൾ പിന്നെ ബ്രീച്ച് പ്രസൻറ്റേഷൻ എന്ന് പറയും. കുട്ടിയുടെ കാലിൻ്റെ തൊടയുടെ ആ ഭാഗമാണ് മോൾ ഭാഗമായിട്ട്, അതായത് നടുവിൻ്റെ ആ ഭാഗമാണ് ബ്രീച്ച് പ്രസൻറ്റേഷനിൽ താഴോട്ട് തല പുറത്തേക്ക് വരേണ്ടതിന് പകരം പുറത്തേക്ക് വരേണ്ടതായിട്ട് നിൽക്കുന്നത് ഈ താഴെ ഭാഗമായിരിക്കും. നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കുഞ്ഞിൻ്റെ തല മേലോട്ടും ഇങ്ങനെ ചുരുണ്ട് കിടക്കുമ്പം നമ്മുടെ ഈ ഇടുപ്പിൻ്റെ ഭാഗം താഴോട്ട്, അതിനാണ് ബ്രീച്ച് പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. ചില കുഞ്ഞുങ്ങൾ ഇങ്ങനെ ട്രാൻസ്വേഴ്സ് ആയിട്ടും കിടക്കും, അതായത് കുത്തനെയും അല്ല തിരിച്ചും അല്ലാതെ ഇങ്ങനെ വിലങ്ങനെ കിടക്കുന്നത്, അതിനാണ് ട്രാൻസ്വേഴ്സ് ലൈ എന്ന് പറയാം. ഇത് ഒരു ഡോക്ടർ കണ്ടാലല്ലാതെ അല്ലെങ്കിൽ ഒരു സ്കാൻ എടുത്ത് നോക്കിയാലല്ലാതെ നമ്മൾക്കിത് മനസ്സിലാവില്ല. ഇങ്ങനെയുള്ള സമയത്ത് കുട്ടികൾ പുറത്തോട്ട് വരുന്നതിൽ പിന്നെ ഈ രണ്ട് പ്രസൻറ്റേഷനിലും കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അഥവാ നമ്മൾ നേരെ തല താഴത്തേക്ക് വരുന്ന പൊസിഷൻ അല്ലാത്ത ബാക്കി ഏത് പൊസിഷൻ ഉണ്ടെങ്കിലും എന്നാലും ബുദ്ധിമുട്ട്. അത് നോർമൽ ഡെലിവറി, നമ്മൾ ഈ പറയുന്ന നോർമൽ ഫിസിയോളജിക്കൽ പ്രോസസ് ഡെലിവറി, പ്രസവം നടക്കാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. പിന്നെ ചില കുഞ്ഞുങ്ങളിൽ വരുന്ന സെഫലോപെൽവിക് ഡിസ്പ്രപ്പോർഷൻ എന്ന് പറയും. അതായത് പിന്നെ കുഞ്ഞിൻ്റെ തലയും അതേപോലെ തന്നെ ഈ കുഞ്ഞിൻ്റെ തലയും ഉമ്മയുടെ ഈ പെൽവിസ് പുറത്തോട്ട് വരാനുള്ള വഴിയും തമ്മിലുള്ള ആ ഒരു വലിപ്പത്തിലുള്ള വ്യത്യാസം. ഒന്നെങ്കിൽ ഈ ഉമ്മയുടെ ആ ഒരു ഭാഗം വളരെ ചെറുതായിരിക്കുക, പുറത്തോട്ട് വരുന്ന ഭാഗം വളരെ ചെറുതായിരിക്കുക, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ തല വലുതായിരിക്കുക. ഈ രണ്ട് സാഹചര്യങ്ങളിലും പിന്നെ ഒബ്സ്ട്രക്റ്റഡ് ലേബർ എന്ന് പറയും, കുഞ്ഞിൻ്റെ തല പുറത്തോട്ട് വരാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും പിന്നെ കുഞ്ഞ് മരണപ്പെടാനും ചിലപ്പോൾ ഉമ്മ മരണപ്പെടാനും സാധ്യത ഉണ്ട്. പിന്നെ അതുകൂടാതെ പിന്നെ ചില കുഞ്ഞുങ്ങൾക്ക് തല പുറത്തേക്ക് വന്നിട്ട് ഷോൾഡർ പുറത്തേക്ക് വരാത്ത സാഹചര്യം ഉണ്ടാവും. വളരെ ഭീകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അങ്ങനെ നോർമൽ ഡെലിവറി ചെയ്യുന്ന സമയത്ത് നമ്മൾ പിന്നെ കുഞ്ഞിന് തല പുറത്തായ കുഞ്ഞിനെയും കൊണ്ട് നമ്മൾ ചിലപ്പം ഹോസ്പിറ്റലിലേക്ക് ഓടേണ്ടി വരും. ഇത് പുറത്തോട്ട് വരാത്തൊരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലാണെങ്കിൽ തന്നെ ഈ ഒരു അവസ്ഥയിൽ ലേബർ റൂമും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എമർജൻസി ആയിട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കുഞ്ഞുങ്ങൾ മരിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് വയറ് തുറന്ന് കുഞ്ഞിനെ എടുക്കേണ്ടിയും വരും, കുഞ്ഞ് മരിച്ചു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. ഉമ്മയുടെ ജീവനും കൊച്ചിൻ്റെ അമ്മയുടെ ജീവനും വളരെ അപകടത്തിലാവുന്ന ഒരു സാഹചര്യവും വരും. ഉമ്മയും കുട്ടിയും ഒരുപക്ഷെ മരണപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ ഈ കുഞ്ഞിൻ്റെ തല വലുത് ആണ്, പ്രസവിക്കുന്നില്ല എന്നുള്ള ഒരു രീതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ യൂട്രസ് ചിലപ്പം പൊട്ടിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. യൂട്രൈൻ റപ്ചർ എന്നാണ് പറയുന്നത്. പിന്നെ ലേബർ പ്രോഗ്രസ് ചെയ്തിട്ടില്ല എങ്കിൽ യൂട്രസ് പൊട്ടിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ യൂട്രസ് പൊട്ടിപ്പോകുന്നൊരു സാഹചര്യം പിന്നെ ഉമ്മയുടെയും കുഞ്ഞിൻ്റെയും ജീവന് പ്രയാസകരമായിട്ട് ഭവിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ഉമ്മമാർ മരിച്ചിരുന്ന പണ്ട് കാലത്തൊക്കെ മരണപ്പെട്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് പാർട്ടം ഹെമറേജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഗതിയാണ്. അതായത് പിന്നെ പ്രസവത്തിന് ശേഷം ഈ മറുപിള്ള ഗർഭപാത്രത്തിൽ നിന്നും വിട്ടുപോകുന്നതിന് ശേഷം ഗർഭപാത്രം ചുരുങ്ങുന്നതോടുകൂടിയാണ് അതിൻ്റെ ബ്ലീഡിങ് നിൽക്കുന്നത്, പൂർണ്ണമായും ബ്ലീഡിങ് നിൽക്കുന്നത്. ചില ഗർഭപാത്രങ്ങൾ ചുരുങ്ങാതെ വരികയും ആ ബ്ലീഡിങ് തുടർച്ചയായിട്ട് ബ്ലീഡിങ് വന്നിട്ട് ഉമ്മ മരിച്ചു പോവുകയും ചെയ്യുന്ന സാഹചര്യം. പണ്ടൊക്കെ നമുക്ക് രക്തം നിൽക്കുന്നില്ല, ഉമ്മ മരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞിരുന്നത് ഈ പോസ്റ്റ്മോർട്ടം ഹെമറേജ്. ഇപ്പോഴും ഈ ബ്ലീഡിംഗ് കേൾക്കാറുള്ളത് ഇതന്നെയാണ്. അത് പ്രസവത്തിന് ശേഷമുള്ള ബ്ലീഡിംഗ് എന്ന് പറയുന്നത് ഈ പോസ്റ്റ്മോർട്ടം ഹെമറേജ് ആണ്. അത് കുറച്ച് ഹോസ്പിറ്റൽ നമ്മൾ കെയർ കിട്ടിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉമ്മ മരണപ്പെട്ടു പോകുന്ന അത് ഹോസ്പിറ്റൽ കെയർ ഉണ്ട്. ചില കേസുകൾ, അങ്ങനെയുള്ള കേസുകൾ വയറ് തുറന്ന് യൂട്രസ് അടക്കം എടുത്തു കളയേണ്ട സാഹചര്യങ്ങൾ പലതവണ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അപ്പം അത് അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. പിന്നെ അതേപോലെ തന്നെ ട്വിൻ പ്രഗ്നൻസിയും ഇതേപോലെ തന്നെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സംഗതിയാണ്.
അപ്പോൾ അതിലും ഇതേപോലെ തന്നെ നമ്മൾ കോംപ്ലിക്കേഷൻ വരാൻ വളരെ സാധ്യതയുള്ളതാണ്. ഇതൊക്കെ നോർമലായിട്ടുള്ള കുട്ടികളിൽ കുട്ടിയാണ് അകത്തിരിക്കുന്നത് എങ്കിൽ ഉള്ള കോംപ്ലിക്കേഷൻസ് ആണ്. ഇനി അതായത് നോർമലായിട്ടുള്ള ഒരു ഉമ്മയിൽ വരുന്ന കോംപ്ലിക്കേഷൻ. ഇനി ഉമ്മയ്ക്ക് പിന്നെ പ്രഷർ കൂടുക, ശ്വാസകോശത്തിന് പ്രശ്നം ഉണ്ടാവുക, ഹാർട്ടിന് പ്രശ്നം ഉണ്ടാവുക, അല്ലെങ്കിൽ പിന്നെ ഷുഗറിൻ്റെ പ്രശ്നം ഉണ്ടാവുക, ഒക്കെ സാധാരണ ഈ അസുഖങ്ങൾ ഉള്ളതിനെക്കാട്ടിലും വളരെ അധികം കോംപ്ലിക്കേഷൻസ് ഉമ്മമാർക്ക് വരാവുന്ന. ഷുഗർ ഉണ്ട് എങ്കിൽ ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ് വളരെ വലുതാണ്. പ്രഷർ ഉണ്ട് എങ്കിൽ എക്ലാംസിയ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അപസ്മാരമൊക്കെ വന്നിട്ട് വളരെ ഭീകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് ഉമ്മമാർ പോകുന്ന പല കണ്ടീഷൻസും ഉണ്ടായിട്ടുണ്ട്, നിലവിലുണ്ട്. അത് പിന്നെ ഇപ്പം ഹോസ്പിറ്റൽ കെയർ കൂടിയതുകൊണ്ട് അത് നമ്മൾ അധികം കേൾക്കുന്നില്ല. പണ്ട് കാലത്ത് ഇത് വന്നിട്ട് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് മറ്റ് അസുഖങ്ങളുള്ള ഉമ്മമാർ പിന്നെ ഈ ഡെലിവറിക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അതേപോലെ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ നേരത്തെ തിരിച്ചറിഞ്ഞിട്ട് ചിലപ്പം ഇപ്പം ഹാർട്ടിന് അസുഖമുള്ള കുഞ്ഞാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു പക്ഷേ പിന്നെ നോർമൽ ഡെലിവറി പറ്റുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ കുഞ്ഞിന് തലച്ചോറിൽ കുറച്ച് നീർക്കെട്ട് കൂടുതലായിട്ട് പിന്നെ തല കുറച്ച് വലുതാണ് എങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ അകത്തൂടെ നോർമൽ ഡെലിവറി പറ്റില്ല. അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുന്ന ഈ എന്താ പറയുക ജനിക്കുമുണ്ടാവുന്ന എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഉമ്മമാർക്ക് വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിലോ ഈ കോംപ്ലിക്കേഷൻസിനെ വീണ്ടും അത് കോംപ്ലിക്കേറ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ഈ നമ്മളറിയാം വെള്ളം കുറഞ്ഞു പോയി, വെള്ളം കൂടിപ്പോയി എന്നൊക്കെ പറയുന്നത് പോളിഹൈഡ്രോമിനിയോസ്, ഒളിഗോഹൈഡ്രോമിനിയോസ് എന്നൊക്കെ പറയുന്ന കണ്ടീഷനാണ്. അതൊക്കെ പിന്നെ അതിനൊക്കെ കോംപ്ലിക്കേഷൻസ് ഉള്ളതാണ്. അതേപോലെ തന്നെ നമ്മുടെ പിന്നെ കഴുത്തിൽ കുഞ്ഞിൻ്റെ കഴുത്തിൽ അംബിലിക്കൽ കോഡ് പൊക്കിളിൻ്റെ ആ ഒരു സാധനം കുടുങ്ങിപ്പോകുന്നത്. അപ്പം അതൊക്കെ നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് സ്കാനിങ്ങിലൂടെയും നമ്മൾ പരിശോധനയിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. അപ്പം ഇതൊക്കെ മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെയാണ് ഹോസ്പിറ്റലിൽ പിന്നെ ഡെലിവറി ചെയ്യാൻ മനസ്സിലാക്കേണ്ടതുള്ളത് കൊണ്ടാണ് നമ്മൾ ആൻറ്റിനാറ്റൽ വിസിറ്റും, അതായത് ഒരു പറഞ്ഞിട്ടുള്ള മിനിമം 4 തവണയെങ്കിലും ഒരു പ്രസവം നമ്മൾ തീരുമാനിക്കപ്പെട്ട് ഒരു സ്ത്രീ ഗർഭിണി ആയിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഡോക്ടറെ വിസിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഓരോ വിസിറ്റിലും നമ്മൾ ഈ ഓരോ സാധനങ്ങൾ ഉണ്ടോ എന്നാണ് നോക്കുന്നത്. അപ്പോൾ അതുണ്ട് എങ്കിൽ അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻ എടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഹോസ്പിറ്റൽ ഡെലിവറി അല്ലെങ്കിൽ നമ്മൾ ഇത്രയും പ്രശ്നങ്ങൾ മനസ്സിലാക്കാതെ നമ്മളിതൊന്നും അറിയാതെ ഒരു ഉമ്മയെയും ഒരു കുഞ്ഞിനെയും കൊണ്ടുപോയി നമ്മൾ ഒരു അപകടത്തിൽ അത്രയും റിസ്ക് ഉള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുക എന്നുള്ളതാണ്. നമുക്ക് വേറെ ആരുമല്ല, നമ്മളെ സ്വന്തം ആളാണ്, ഒരു ഭാര്യയാണ് അല്ലെങ്കിൽ മകളാണ് അല്ലെങ്കിൽ എന്താ പറയുക സിസ്റ്ററാണ്, സഹോദരിയാണ്, അവരാണ് നമ്മുടെ മുന്നിൽ കിടക്കുന്നത്. അവരുടെ ജീവനാണ് ഇപ്പോൾ പറഞ്ഞ ഇത്രയും കോംപ്ലിക്കേഷൻസിലൂടെ കടന്നു പോകേണ്ടത്. അവരുടെ കുട്ടിയാണ് ഇനി വരാൻ പോകുന്നത്. നമുക്ക് അത്രയും അടുത്ത ആളുകളാണ്. ഇവരാണ് ഒരുപക്ഷെ 1 മണിക്കൂറിന് ശേഷം ഇവർ മരിച്ചു പോയേക്കാം എന്നൊരു കണ്ടീഷനിൽ നമ്മൾ നിൽക്കുന്നത്, റിസ്ക് എടുത്ത് നിൽക്കുന്നത്. എന്ത് ഈ ഹോസ്പിറ്റൽ കെയർ ഇത്രയും ഒരു അവൈലബിളായി ആക്സസിബിൾ ആയിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് എന്നതാണ് ഈ ഒരു ഡിസിഷൻ എടുക്കുന്ന ആളുകൾ ചെയ്യുന്ന എത്രത്തോളം വലിയ ക്രൂരതയാണെന്നുള്ളത്. അതെ അതാണ് നിങ്ങൾ പറഞ്ഞതാണ് വളരെ ശരിയായിട്ടുള്ളത്. അതായത് നമ്മൾ പിന്നെ ഒരു ചെറിയ കടുംപിടുത്തത്തിൻ്റെ മുകളിൽ നമ്മൾ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഭാര്യ, സഹോദരി, അതേപോലെ ഏറ്റവും അടുത്ത ആളുകളെ നമ്മൾ കൊണ്ടുപോയി വെക്കുന്നത് അവരുടെയും അവരുടെ കുഞ്ഞിനെയും എപ്പോൾ വേണമെങ്കിലും മരിച്ചു പോവാം എന്നുള്ളൊരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ കൊണ്ടുപോയി വെക്കുന്നത്. അത് പിന്നെ നമുക്ക് വളരെ ചുരുങ്ങിയ ചെലവിൽ ഒരുപക്ഷെ പൂർണ്ണമായിട്ടും സൗജന്യമായി വരെ നമുക്ക് അതിൻ്റെ ചികിത്സ നമ്മൾ ഏറ്റവും അടുത്ത് ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ അവരെ കൊണ്ടുപോയി വെക്കുന്നത് ഇങ്ങനൊരു സ്ഥലത്താണ്. അതിൽ നിന്നൊരു പക്ഷേ പല ആളുകളും ചിലപ്പോൾ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ പിന്നെ ഈ പ്രയാസങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ഇപ്പോൾ ഒരുപാട് അവൈലബിൾ ആണെന്ന് പറഞ്ഞാൽ ഇപ്പം ഏകദേശം നമ്മളെ മുന്നിലുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലുകളടക്കം ഇപ്പോൾ നിലവിൽ ഈ സർവീസ് അവൈലബിൾ അല്ലേ? എല്ലാ സ്ഥലത്തും ഇതിൻ്റെ സർവീസുകൾ അവൈലബിൾ ആണ്. ഇപ്പോൾ താലൂക്ക് ഹോസ്പിറ്റലുകൾ, ജില്ലാ ആശുപത്രികൾ, അതേപോലെ തന്നെ ജനറൽ ആശുപത്രികൾ തുടങ്ങി മെഡിക്കൽ കോളേജുകൾ,
നമ്മളെ ചുറ്റുമുള്ള ഒട്ടുമിക്ക പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും എല്ലാം ഇത് അവൈലബിൾ ആണ്. മെഡിക്കൽ കോളേജുകളിലൊക്കെ ഇത് സൗജന്യമാണ് എന്ന് മാത്രമല്ല, അവിടുന്ന് കുറച്ച് ആനുകൂല്യങ്ങൾ ഇങ്ങോട്ട് കിട്ടുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതിപ്പോൾ ഒരു താലൂക്ക് ഹോസ്പിറ്റൽ പറഞ്ഞാൽ മിനിമം ഒരാളുടെ വീട്ടിൽ നിന്ന് ഒരു 5 to 10 കിലോമീറ്റേഴ്സിന് സറൗണ്ടിങ്ങിൽ ഈ സർവീസ് അവൈലബിൾ ആണ് സൗജന്യമായിട്ട് പോലും. പിന്നെ ഇത് നമ്മൾ പറയുന്ന സമയത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞല്ലോ, ഒരുപാട് മരണക്കേസുകൾ കേട്ടാലും ഈ ചർച്ച എപ്പോഴും അവസാനിക്കും, ഇനി വീണ്ടും ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചെയ്യും, പിന്നെ അടുത്ത മരണം വരണത് ചർച്ച ചെയ്യാൻ. ഇവർ പറയുന്നത് പറഞ്ഞാൽ ഇവിടെ മാത്രമല്ലല്ലോ ഹോസ്പിറ്റലിൽ മരിക്കുന്നില്ല എന്നുള്ളതാണ്. എന്താണ് ഈ ഒരു ഭാഗത്തിനുള്ള റെസ്പോൺസ്? അതെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ടത്, ഹോസ്പിറ്റലിൽ ആളുകൾ മരിക്കുന്നത് ഈ പറഞ്ഞ സംഗതികളൊക്കെ കണ്ടുപിടിച്ചിട്ടും ഈ പറഞ്ഞ സംഗതികളൊക്കെ പിന്നെ ഡയഗ്നോസ് ചെയ്ത് അതിനുള്ള ചികിത്സകളൊക്കെ കൊടുത്ത് വേറൊരു വഴിയുമില്ലാത്ത സാഹചര്യങ്ങളിലാണ് ഹോസ്പിറ്റലുകളിൽ ആളുകൾ. അങ്ങനെയും ആളുകൾ പോകുമ്പോൾ നമുക്കൊരു ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിലും ആൾ മരണപ്പെട്ടു പോകാം. കാരണം ആ ചികിത്സയ്ക്കും അപ്പുറമാണ് സർവൈവൽ ആ മരണം സംഭവിക്കുന്നത്. അപ്പോൾ പക്ഷേ മറ്റേത് അങ്ങനെയല്ല. ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ സാർ പറഞ്ഞ പോലെ തന്നെ ഒരു മറ്റേ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായ ഒരാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഇതേ ചോദ്യം ചോദിക്കാം, ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ട് ഹോസ്പിറ്റലിൽ പോയ ആളുകൾ മരണപ്പെടുന്നില്ലേന്ന് ചോദിക്കാം. അവിടെ എത്രത്തോളം ലോജിക്കില്ലായ്മയാണ് വർക്ക് ചെയ്യുന്നത്, അതേ ലോജിക്കില്ലായ്മ ഇവിടെയും വർക്ക് ചെയ്യുന്നത്. നമുക്കതൊരു പിന്നെ അത് നമ്മൾ ശരിക്കും കൃത്യമായി എടുത്ത് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതേ ഒരു സാഹചര്യം നമുക്ക് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പൂർണ്ണമായും വീടുകളിൽ പ്രസവിക്കുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഉമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും മരണനിരക്കും ഇപ്പോൾ ഉള്ള ഉമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും മരണനിരക്കും എടുത്ത് കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലാവും. നമുക്ക് നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ പല ഉമ്മമാരും പല കുഞ്ഞുങ്ങളും മരണപ്പെട്ടതായിട്ട് നമുക്ക് 1-2 തലമുറ പുറകിലോട്ട് എടുത്ത് ആലോചിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പറയും അത് മരണപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് കൊണ്ടുപോവാത്തതല്ല, അന്ന് കൊണ്ടുപോകാൻ സാഹചര്യങ്ങളില്ലായിരുന്നു എന്നുള്ളതാണ്. അന്ന് ഇത് മാത്രമായിരുന്നു വഴി. അപ്പോൾ ഇത് അന്നത്തെ ആളുകൾക്ക് നമ്മൾക്ക് ഇന്ന് ലഭിക്കുന്നത് പോലെയുള്ള സംവിധാനങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് അന്ന് അത്രയും കൂടിയ മറ്റേണൽ മോർട്ടാലിറ്റി റേറ്റും ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റും വന്നിട്ടുള്ളത്. ഇന്ന് കേരളം പോലുള്ളൊരു സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും നല്ല നിലയിൽ ഹെൽത്ത് ഇൻഡെക്സ് ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഇപ്പോൾ ഇന്ത്യയിൽ മറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് 1,00,000 പ്രസവിക്കുന്ന അമ്മമാരിൽ 100 എങ്കിൽ അത് കേരളത്തിൽ അത് 32 ആണ്. ഭയങ്കര വ്യത്യാസം. 1,00,000 അമ്മമാര് കുട്ടികൾക്ക് ജന്മം ഇന്ത്യയിൽ കൊടുക്കുന്ന സമയത്ത് 1,00,000-ൽ 100 പേര് മരണപ്പെട്ടു പോകുന്നു. എന്നാൽ കേരളത്തിൽ 1,00,000-ൽ 32 പേര്, അതായത് 68% കുറവാണ്. അതേപോലെ തന്നെ കുട്ടികളെ മരണം വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ അത് 24 ആണെങ്കിൽ കേരളത്തിൽ അത് 1000 കുട്ടികൾ ജനിക്കുമ്പം 24 എങ്കിൽ കേരളത്തിൽ അത് 6 മാത്രമാണ്. വളരെ കുറവാണ്. അത് ഈ 1024 അതേപോലെ 1,00,000-ൽ 100 എന്നൊക്കെ പറയുന്നത് ആലോചിക്കണം. ഇന്ത്യൻ്റെ എല്ലാ സ്ഥലത്തും കുറേയൊക്കെ ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലുള്ള അവസ്ഥയിലാണ് ഈ മരണം. അത് ഹോസ്പിറ്റലിൽ തീരെ ഇല്ലാത്ത അവസ്ഥയല്ല, കുറച്ച് ഹോസ്പിറ്റലുണ്ട്, കേരളത്തിൻ്റെ അത്ര അവൈലബിൾ അല്ല. കേരളത്തിൽ ഹോസ്പിറ്റലിൻ്റെ എണ്ണം കൂടുതലാണ്. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ കണക്ക് അത്രയും കുറയുന്നത്. ഹോസ്പിറ്റലുകളെ അല്ലെങ്കിൽ 100-ലും 24-ലും നിൽക്കൂല. അതായത് 1980-കളിൽ ഇത് ഏകദേശം 1000 ആയിരുന്നു. 1,00,000-ൽ 1000 അമ്മമാര് മരിച്ചിരുന്നു എന്നുള്ളിടത്തിലാണ് ഇത് ഇന്ത്യയിൽ അത് കൊണ്ടുവന്ന് 100-ലേക്ക് വന്നിട്ടുള്ളത്. അത് ഈ ഹോസ്പിറ്റൽ കെയർ കൂടിയത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ അന്നത്തെ പോലെ തന്നെ നമ്മൾ വീട്ടിൽ ഇതേപോലെയുള്ള പ്രസവങ്ങളായിരുന്നു. ഇത് ആ ഒരു മറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് അത്രയും അങ്ങനെയാണ് ഉണ്ടാവുക. ഇന്ന് തന്നെ പിന്നെ നമ്മൾ ഈ എടുത്ത് കാണിക്കുന്ന പിന്നെ വീട്ടിൽ പ്രസവിച്ചിട്ട് കുഴപ്പമില്ല എന്ന് പറയുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് ഇപ്പോൾ നമ്മൾ ചുറ്റുവട്ടത്തിൽ ഇതേപോലെയുള്ള പിന്നെ സാഹചര്യങ്ങളിൽ പിന്നെ ഒരുക്കുന്ന പല സ്ഥലങ്ങളിലും മരണനിരക്കുണ്ട്. അത് പുറത്തു വരാനിട്ടാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത എന്നുള്ളതാണ്. അപ്പോൾ ഈ മരണനിരക്ക് കൂടുന്നുള്ളതാണ്. നമ്മൾ മറ്റേ ഹോസ്പിറ്റലിലും മരിക്കില്ല എന്ന് നിൽക്കുമ്പോൾ ഹോസ്പിറ്റലിലും മരിക്കും, പക്ഷെ അവിടെ മരണനിരക്ക് കുറയും. വീട്ടിൽ മരിക്കില്ല വെച്ചാൽ വീട്ടിൽ മരിക്കുന്നതിൻ്റെ നിരക്ക് കൂടുതലാണെന്നുള്ളതാണ്. പിന്നെ അതേപോലെ അവർ ചോദിക്കുന്ന ഓരോ കാര്യമാണ്. ഇപ്പം നിങ്ങൾ പറയുന്ന ഒക്കെ ഓക്കെ ശരി, ഇങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ പണ്ട് നമ്മളിവിടെ പറഞ്ഞു, പണ്ട് ഒരുപാട് മരണം ഉണ്ടായിരുന്നു പറയും. പക്ഷെ പണ്ട് ഇത് എന്താ പറയുക, വീട്ടിൽ നടന്നിരുന്നല്ലോ, ഇത് നടത്താൻ പറ്റിയിരുന്നല്ലോ എന്നൊരു കാര്യം പറയാറുണ്ട്. അവിടെ നമ്മൾ ഈ പണ്ടത്തെ ഒരു അവസ്ഥയിൽ
ഇന്ന് നടക്കുന്നത് പോലെ കമ്പയർ ചെയ്യാൻ പറ്റുമോ? പണ്ട് ശരിക്കും ഇത് ഇന്ന് നടക്കുന്നത് പോലെ വീട്ടിൽ 4-5 ആൾക്കാർ കൂടുന്നു, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒരു പരിചയമില്ലാത്ത ആളുകൾ നിൽക്കുന്നു, ആ ആളുകൾ പ്രസവം എടുക്കുന്നു. ഇതാണോ പണ്ട് നടന്നത്? കമ്പയർ ചെയ്യുമ്പോൾ പോലും ഇതാണോ ശരിക്കും പണ്ട് നടന്നിട്ടുള്ളത്? പണ്ട് നമ്മുടെ നാടുകളിലൊക്കെ എല്ലാ നാടുകളിലും ഈ വയറ്റാട്ടി എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം ഈ കാര്യത്തിൽ കുറച്ച് പരിചയം കൂടുതലുള്ള, പരിചയമാണ്, അറിവാണെന്ന് നോക്കില്ല, പരിചയം കൂടുതലുള്ള ആളുകൾ എല്ലാ നാടുകളിലും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ആളുകളാണ് എവിടെ പ്രസവം ഉണ്ടായിട്ടുണ്ടെങ്കിലും അവർ വന്നിരുന്നത്. അവരുടെ സാന്നിധ്യത്തിൽ പോലും പല ആളുകളും മരണപ്പെട്ട് എന്നുള്ള ഒരു സാഹചര്യമുണ്ട്. ഇപ്പം ഇന്ന് അത്രയും പരിചയമുള്ള ആളുകൾ നമ്മുടെ ചുറ്റുവട്ടത്തൊന്നും അവൈലബിൾ അല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയ സംഗതി. അപ്പോൾ ഗവൺമെൻറ്റൊക്കെ തന്നെ ഇത്തരം ആളുകളെ കണ്ടുപിടിച്ചിട്ട് നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, ഈ കുറച്ചുകൂടി നന്നായിട്ട് ഈ സംഗതികൾ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഒന്നും ഹോസ്പിറ്റൽ അവൈലബിൾ അല്ലാത്ത സ്ഥലങ്ങൾ. ഇതിപ്പോൾ ഒരു ഗ്രാമത്തിൽ ഒരു 100 പ്രസവം നടക്കുന്നുണ്ടെങ്കിൽ പണ്ട് ആ 100 പ്രസവത്തിൻ്റെ എക്സ്പീരിയൻസിൽ ഒരു വയറ്റാട്ടിയാണ് 101ാമത്തെ പ്രസവം എടുക്കാൻ പോകുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിൽ 100 പ്രസവം നടക്കുന്നുണ്ടെങ്കിൽ അതിൽ 90 ഹോസ്പിറ്റലിലാണ്. ഈ 10 പ്രസവമാണ് വീട്ടിൽ നടക്കുന്നത്. അതും ഒരേ ആളായിരിക്കുമല്ലോ ഡീൽ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ 1-2 പ്രസവം എങ്ങോ കണ്ട് പരിചയിച്ച ഒരാളാണ് എന്ത് ചെയ്യുന്നത്. അപ്പോൾ പണ്ട സാഹചര്യമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഒരിക്കലും നമുക്ക് ഈ ഒരു സാഹചര്യം കമ്പയർ ചെയ്യാൻ പറ്റില്ല. പിന്നെ അന്നത്തെ ആരോഗ്യമുള്ള സ്ത്രീകൾ, അന്നത്തെ ലെവലിൽ ആരോഗ്യമുള്ള സ്ത്രീകളല്ല ഇന്ന് പ്രസവിക്കുന്നത് എന്നുകൂടിയുള്ള നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. പിന്നെ അതേപോലെ വേറൊരു ഭയങ്കര ഒരു വിയേർഡായിട്ടുള്ള കമ്പാരിസനായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ആനിമൽസിനോടുള്ള കമ്പാരിസനാണ്. മൃഗങ്ങൾ പ്രസവിക്കുന്നുണ്ടല്ലോ, മനുഷ്യരും മൃഗങ്ങളിൽ പെട്ടതല്ലേ? ശരിക്ക് മറ്റേ ഒരു പശുക്കുട്ടി പ്രസവിച്ച് ശേഷം എഴുന്നേറ്റ് നിൽക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഒരു മനുഷ്യക്കുട്ടി അങ്ങനെ എഴുന്നേറ്റ് നിൽക്കില്ല. അതേപോലെ പണ്ടാണെങ്കിലൊരു വയറ്റാട്ടിയുടെ സഹായത്തോടെയാണ് മനുഷ്യൻ പ്രസവിച്ചിട്ടുള്ളൂ. ഒരു പശുവിനോ ഒരാടിനോ പ്രസവിക്കാൻ ഒരു വയറ്റാട്ടിൻ്റെയും സഹായം വേണ്ട എന്നുള്ളതാണ്. ഇങ്ങനെ ഈ മൃഗങ്ങളോടുള്ള കമ്പാരിസൺ എങ്ങനെയാണ്? നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ തന്നെയാണ് അതിനുള്ള ഉത്തരമുള്ളത്. അതായത് മനുഷ്യൻ ഒരിക്കലും മറ്റ് ജീവികളെ പോലെ അല്ല എന്നുള്ളതാണ്. മറ്റ് ജീവികൾക്ക് പ്രസവിച്ച ഉടനെ ഒരു 10 മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ ഒരു ദിവസത്തിനുള്ളിൽ ആ പശുക്കുട്ടി എഴുന്നേറ്റ് ഓടിപ്പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരിക്കലും മനുഷ്യന് അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റിയ ഒരു സാഹചര്യം അല്ല. മനുഷ്യന് സപ്പോർട്ട് ചെയ്തിട്ട് തന്നെ മനുഷ്യൻ്റെ ഒരു പ്രായം വരെ, ജനിച്ചൊരു പ്രായം വരെ കുഞ്ഞിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ആ ഒരു സാഹചര്യം നമുക്ക് അതൊരിക്കലും കമ്പാരിസൺ ഒരിക്കലും നമുക്ക് പറ്റിയിട്ടേ ഉള്ള പാടേ ഉള്ള കാര്യമല്ല. അതേപോലെ വേറൊരു കാര്യം ഇപ്പോൾ അടുത്ത് കേട്ടത്, ഒരാൾ വന്ന് പറയുന്നത് ഒരു കുട്ടിയെ 4 കൊല്ലം വരെ ഒരു സ്ത്രീക്ക് മറ്റേ പ്രഗ്നൻ്റ് ആയിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റും, ക്യാരി ചെയ്യാൻ പറ്റും. അപ്പോൾ സിസേറിയനൊക്കെ തട്ടിപ്പാണ്. അപ്പോൾ അങ്ങനെ ഹോൾഡ് ചെയ്യുന്ന ഒരവസ്ഥ വേണമെങ്കിൽ ഉണ്ടാവും. എത്ര കാലം കഴിഞ്ഞാലും സുഖപ്രസവം നടക്കുന്നതാണ്. അത് തികച്ചും തെറ്റായ ഒരു ധാരണയാണ്. അതിനെക്കുറിച്ച് യാതൊരു ബേസിക് ധാരണയില്ലാതെ പറയുന്ന ഒരു സംഗതിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വാർത്തകൾ നമ്മൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായും തെറ്റാണ് എന്ന് പറയാൻ സാധിക്കും. അതും ഇവർ പറയുന്ന ഈ ഫേക്ക് ന്യൂസുകളടക്കം അതിൻ്റെ നമ്പർ പോലും നമുക്കൊരു 3-4 എണ്ണമേ മൊത്തം ലോകത്ത് എടുത്ത് കാണിക്കാൻ പറ്റുള്ളൂ. അത് ഫേക്ക് ന്യൂസുകൾ പോലും ഫേക്ക് ന്യൂസ് ആണ്, എന്നിട്ട് പോലും 3-4 എണ്ണേ ഉള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു സംഗതി നമുക്ക് പറയാനുള്ളത്. അതിൽ അതൊരിക്കലും സംഭവ്യമല്ല. അത് തെറ്റായ വാർത്തയാണ് പുറത്ത് വന്നിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതിൻ്റെ ഫാക്ട് ചെക്ക് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അത്രയും കാര്യങ്ങളാണ് ജനറലി പറയാനുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ വളരെ അടുത്ത ആളുകളുടെ ജീവനാണ് നമ്മുടെ മുന്നിൽ കിടക്കുന്നത്. നേരത്തെ മോർട്ടാലിറ്റി റേറ്റിൻ്റെ കാര്യം പറഞ്ഞു, മരണനിരക്കിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഈ 100 ആളുകൾ മരിക്കുന്നിടത്ത്, 1000 ആളുകൾ മരിക്കുന്നിടത്ത് 32 ആളുകൾ മരിക്കുന്നു എന്ന് പറഞ്ഞാൽ ബാക്കി നമ്മൾ ഈ 968 ആളുകളെ രക്ഷിച്ചു എന്നാണ് അർത്ഥം. 968 നമ്മളെ അത്രയും അടുത്ത ആൾ ഒരു പക്ഷേ ഉണ്ടായേക്കാം. അപ്പോൾ നമ്മൾ ആ റിസ്ക് എടുത്തിട്ട് നമ്മൾ ഒരിക്കലും നിൽക്കരുത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആർക്കെങ്കിലും ഏതെങ്കിലും ഹോസ്പിറ്റലിനോ ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ സംശയമുള്ളതിലേക്ക് പോകണ്ട. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഹോസ്പിറ്റലും ലോകത്തില്ലാന്ന് പറയാൻ പറ്റുമല്ലോ. അതാണ് നിങ്ങളൊരു പേടി, അല്ലെങ്കിൽ പേഴ്സണലി അങ്ങനെ ഒരു കൺസേൺ ഉണ്ടെങ്കിൽ ജീവന് റിസ്ക് എടുക്കലല്ല അവിടെ സൊല്യൂഷൻ. നേരെ മറിച്ച് നിങ്ങൾക്ക് വിശ്വാസമുള്ള ട്രസ്റ്റുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുക എന്നുള്ളതാണ്. അപ്പോൾ ദാറ്റ്സ് ആൾ. ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.